ഹലോ, കിച്ചൺ ആൻഡ് കെയർ ബൈ അമ്മൂലോട്ട് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതിനായി 3 ആപ്പിളും 1 ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ആദ്യം ഇവയെല്ലാം തൊലി ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഈ ജാം ഒരു 2 ആഴ്ചത്തോളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് ജാം. ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുമക്കൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് സെർവ് ചെയ്യാം. തൊലി ചെത്തിയെടുത്ത ആപ്പിളും ബീട്രൂട്ടും ഒരേ അളവിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവയെല്ലാം ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രാമ്പുവും പട്ടയും, ഞാനൊരു 2 ഗ്രാമ്പും 1 പട്ടയും എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. വെന്തതിന് ശേഷം ഗ്രാമ്പുവും പട്ടയും എടുത്തു മാറ്റാം. ചെറിയ ജാറിലോട്ട് ഇവയെല്ലാം ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. അരച്ച ആപ്പിളും ബീട്രൂട്ടും നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നിങ്ങൾക്ക് പനങ്കൽക്കണ്ടിൻ്റെ പൊടിയോ ശർക്കര പൊടിയോ ഉപയോഗിക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. വേണ്ട മധുരം ചേർത്ത് സ്റ്റൗവിൽ ഓണാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. വാങ്ങാവുന്ന നേരത്ത് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.